ചാച്ച സുഖല്ലേ? ഇതെന്നെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? ഭക്ഷണം ഒന്നും വരെയൊക്കെ കഴിക്കാറില്ലേ? എന്നത്തിനാ ചാച്ച ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? എടാ കൊച്ചു കഴിവേറി ഫെരിമോനെ, എന്റെ പൊന്നു ചാച്ചന്റെ കൈ കൈ വിട്ട് 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 വിട്ട്. ഒന്നുമില്ല, നിന്നെക്കാട്ടിൽ 5-6 കൂടുതലുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നിന്റെ ഈ വെള്ളച്ചിൽ നടക്കുകയല്ല ഫെലിക്കോട്ട. അതുകൊണ്ട് പൊന്നുമോൻ കാര്യം പറ, എന്നതാ ഈ വരവിന്റെ ഉദ്ദേശം? ചേട്ടാ, നിങ്ങൾ എന്നതാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നാട്ടിൽ അഡ്മിഷൻ എടുത്തത് ഇത്ര വലിയ തെറ്റാണോ? ഹേ, ഒരു തെറ്റുമില്ല. ഇത് തന്നെ അല്ലേ ഇവിടെ തെണ്ടി കഴിഞ്ഞ മാസം നിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ നീ എന്നതാ പറഞ്ഞത്? കരിയർ ഡെവലപ്മെന്റിന് അവൻ അബ്രോഡേ ഉണ്ടാക്കത്തുള്ളന്ന്. പെട്ടെന്നുള്ള നിന്റെ ഈ മനമാറ്റത്തിന്റെ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്റെ പൊന്നു ചാച്ച, നിങ്ങൾ ചുമ്മാ ഒരുമാതിരി തെറ്റ് ചെയ്ത കുറ്റവാളിയെ പോലെ എന്നെ ഇങ്ങനെ കാണരുത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നാട് മിസ് ചെയ്തു. അപ്പൊ ഞാൻ കരുതി ഇനി ഞാൻ ഇവിടെ പഠിച്ചോളാന്ന്. ഇനി എന്നെ ഇങ്ങനെ വഴക്ക് പറയാനാണെങ്കിൽ ഞാൻ എലിക്കോച്ചിനെ വിളിക്കും, നോക്കിക്കോ. ആ, അത് മിക്കവാറും വേണ്ടി വരും. പക്ഷെ അത് നീയായിട്ട് വിളിച്ചു പറയണ്ട, ഞങ്ങളായിട്ട് വിളിച്ചു പറഞ്ഞു. എന്റെ പൊന്നു ചാച്ച മതി, എനിക്ക് വിശന്നിട്ടാണോ വയറ് കത്തി നിൽക്കുക. വാ പോവാ. ഓഹോ, ഒന്നും കിട്ടിയില്ലേ ഫ്ലൈറ്റ് വെച്ച് മിണുങ്ങാൻ? ഇല്ല, വാങ്ങിയോട്ട്. എബിക്കുട്ട, ഈ തെണ്ടി പിടിതരുന്ന ലക്ഷണം ഇല്ലല്ലോടാ. നീ വണ്ടി എടുക്കി മോനെ, നമ്മുടെ കയ്യിലല്ലേ, പിടിക്കാം, സമയമുണ്ട്. അങ്ങനെ എത്തി. വാ. ചെറിയമ്മ രാവിലെ തന്നെ നല്ല പാട്ടയച്ചിരിയാണല്ലോ. പാട്ട് പാടാൻ അറിയില്ലെങ്കിലും പാട്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ അമ്മയ്ക്ക്. ഇന്ന് സൺഡേ അല്ലേ, സ്കൂളിൽ പോകണ്ടല്ലോ, അതിന്റെയും വേണം. ചെറിയമ്മ, ഞാൻ എത്തി. ഗമ്മടിക്കുട്ടി, സുഖല്ലേ? വന്നപ്പോഴേ ചെറിയമ്മ മൂട് കളഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കമ്മണി കമ്മണിന്ന് വിളിക്കരുതെന്ന്. എന്തൊരു മടുപ്പാ അത്. അയ്യാ, ആ മൂക്കിങ്ങ അറിയ. ചെന്നൈയിലെ നിന്റെ അപ്പൂപ്പന അമ്മ ഇട്ട പേരല്ലേ കൺമണീന്ന്. അവരാരും വിളിക്കുമ്പോ കുഴപ്പമില്ല അല്ലേ? ഞങ്ങൾ ആരും വിളിച്ചുകൂടാ. ചെറിയമ്മയ്ക്കൊരു കാര്യം അറിയോ? ചെന്നൈയിലായിരുന്നപ്പോ വീക്കെൻഡ്സിൽ ഇവളെന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ എല്ലാരും ഇവിടെ കൺമണി കൺമണി എന്ന് വിളിക്കുന്ന കേട്ടപ്പോ ഹോസ്റ്റലിൽ വന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കി. വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ അത് വിളിച്ചിട്ടുമില്ല, അവൾ എന്നോട്ട് വിളിപ്പിക്കാൻ സമ്മതിച്ചിട്ടുമില്ല. ഞാൻ അതോടെ നിർത്തി. ഓ മതി മതി, രണ്ടുപേരും കൂടെ എനിക്കിട്ട് താങ്ങിയത്. ഈ വെളിയിൽ നിന്ന് വിശേഷം പറയാനാണോ അകത്തോട്ട് വിളിക്കുന്നില്ലേ? എന്റെ മകൾ അകത്തേക്കോ? ഞാൻ നിങ്ങളെ രാവിലെ മുതൽ നോക്കിയിരിക്കാം. എന്താ വരാത്തെന്നോർത്ത്. ഇനി പറ, എന്തൊക്കെയാടോ വിശേഷങ്ങൾ? നല്ല വിശേഷമല്ല അവിടെ നടക്കുന്നത്. അവിടുത്തെ വിശേഷം എന്ന് വിളിച്ച് ഞങ്ങൾ സംസാരിക്കാറില്ല അല്ലേ ചെറിയമ്മ? മടുത്തു. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരു 6 മാസം കൂടെ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കാലമാടം ചെയ്ത് രക്ഷപ്പെടണം. അതേ ഉള്ളൂ ഇപ്പൊ ചിന്ത. എറണാകുളത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാവുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. ശരി, സാരമല്ല. എന്റെ മക്കളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണാൻ ചെറിയമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. 6 മാസത്തെ കാര്യം കൂടെ അല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാം. പിന്നെ ഇന്ന് വൈകിട്ട് ഉണ്ണി വരും. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അവനറിയാം. ഉണ്ണി വിചാരിച്ച ഈ എറണാകുളത്ത് നിങ്ങൾക്ക് വേറെ ജോലി കിട്ടുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. അവനറിയാത്ത കമ്പനി ഒന്നുമില്ല അവിടെ. അതൊന്നോർത്ത് എന്റെ മക്കളെ വിഷമിക്കേ വേണ്ട. തൽക്കാലം ഈ മുഖം ഒന്ന് മാറ്റി വെച്ച് എന്റെ മക്കൾ ഓടി കൈ കഴുകി വന്ന ചെറിയ നല്ല ചൂട് പൊട്ടും കടലക്കറിയും പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കാം. മതി മതി, എഴുന്നേറ്റ്. ഒരുപാട് നാളിന് ശേഷം ചെറിയമ്മയുടെ കൈമ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത്. ചെറിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാ. അത്രയ്ക്കൊന്നുമില്ല വാസു, പിന്നെ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നീ ഇതെപ്പോഴാണ് സമ്മതിച്ചു തന്നിട്ടുള്ളത്? എന്റെ മോള് കഴിക്കും.
ചെറിയമ്മ, ഇവിടെ അടുത്തൊരു ശിവക്ഷേത്രം ഇല്ലേ? ഞാൻ പണ്ട് എപ്പോഴും നിധിയിലൂടെ വന്നപ്പോ പോയിട്ടുള്ളതാ. എനിക്ക് അവിടെ നിന്ന് പോവാൻ തോന്നുന്നു. അതെ എന്നാ എന്റെ മക്കള് പോയിട്ട് വാ. എനിക്കും പറഞ്ഞോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഉണ്ണി എത്തില്ലേ. ഇവിടെ ആരെയും കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി അവന്റെ മുഖം മാറാൻ. ചെറിയമ്മ, ഉണ്ണിയേട്ടൻ എപ്പോഴെത്താ? താമസിക്കുവോ? വൈകോടുകൂടി എത്തുമായിരിക്കും. ഹലോ, ആ അമ്മ ഞാനിവിടെ എത്തി. ഇല്ല, അത് കുഴപ്പമില്ല. ഒരു 45 മിനിറ്റ്സ് അതിനുള്ളിൽ ഞാനങ്ങ് എത്തും. ഓക്കെ അമ്മ, ബൈ. क्या कहे हो गया है कैसा ये कमाल क्या कहे तुमसे मिलके दिल का है जो हाल क्या कहे हो गया है कैसा ये कमाल क्या कहे വെൽക്കം സർ. എന്താ വേണ്ടത്? ഹായ്, എനിക്കൊരു നെക്ക് ചെയിൻ വേണമായിരുന്നു. ഓക്കെ ഷുവർ സർ. നെക്ക് ചെയിൻസ് എല്ലാം ആ സെക്ഷനിലാണ്. വരൂ സർ. സാറിന്റെ എന്തെങ്കിലും മോഡലോ എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ ഏത് ടൈപ്പ് സർ നോക്കുന്നതെന്ന് അറിയാനാണ്. ഇതെനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്ന ഒരാൾക്ക്. ഓക്കെ വരൂ സർ. ഓക്കെ, ഇത് മതി. ഇത് പാക്ക് ചെയ്യാം. ഡേവിഡ, വണ്ടി നിർത്തിക്കേ. ഉണ്ണിയല്ലേ അത്? ഒരു മിനിറ്റ് ഒന്ന് സൈഡ് ആക്കട്ടെ, ചാവാതെ. ഏതുണ്ണി? ഉണ്ണി? കിടത്തേണ്ടി ഇത്ര നാളെ കണ്ടിട്ട് ഒരു മാറ്റമല്ല നിനക്ക്. അതുപോലെ തന്നെ പറയുന്ന ആള് കുറെ മാറി കണക്കാ. ഒന്ന് പോടാ. ഇത് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അല്ല, ഇത് ഡെവി അല്ലേ? നിന്റെ കസിൻ? ഹായ് ഡെവി, ഞാൻ ഉണ്ണി. എബി പറഞ്ഞ ഡെവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം, എസ്പെഷ്യലി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിന്. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഹായ് ഉണ്ണി, നൈസ് ടു മീറ്റ് യു. ഇവൻ പറഞ്ഞ് ഇവന്റെ ഗ്യാങ്ങിനൊക്കെ എനിക്ക് നല്ല പരിചയം, കാണാൻ പറ്റിയതിൽ സന്തോഷം. അല്ലടാ, നീ എവിടേക്കാ ബാഗും തൂക്കി എവിടെയെങ്കിലും പോവാൻ നിൽക്കണോ അതോ വരുന്ന വഴിയാണോ? എന്റെ എബി 3 ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് വന്നതാ. ഒരു ചെറിയ പർച്ചേസിങ്, ടൈം പോയത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പതാ ഊബർ ബുക്ക് ചെയ്തിട്ട് പോലും കിട്ടുന്നില്ല. ടീച്ചറമ്മ ഇപ്പോഴേ അവിടെ ചെയ്ത് തുടങ്ങി കാണും. എടാ ഉണ്ണി, നീ വണ്ടിയിലേക്ക് കയറി, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. എനിവേ ഞങ്ങൾ പോണ റൂട്ടിലേക്ക് തന്നെയാ. നീ വാ, കേറ്. എടാ വേണ്ടടാ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഏതെങ്കിലും ടാക്സി വരും, ഞാൻ അതിൽ പൊക്കോളാം. നീ ഒരു ടാക്സിയിലും പോകുന്നില്ല, മര്യാദയ്ക്ക് വണ്ടി കയറി. നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയടാ. കേറ്. പിള്ളാരെ, നിങ്ങൾ റെഡിയായോ? സമയം പോകുന്നു. ബസ് പോലെ അടിപൊളിയായിട്ടുണ്ട്. എന്റെ കൊച്ചിനെ ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. ആഹാ, അപ്പൊ ചെറിയമ്മ ഞാനോ? എന്നെ കാണുന്നത് എങ്ങനെയുണ്ട്? తెల్ల తెల్లవారే వెలుగురే కలా పచ్చ పచ్చ పచ్చి మట్టి బొమ్మలా അയ്യോ, എന്റെ 2 മക്കളും അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരെ ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. ചെല്, പോയി പ്രാർത്ഥിച്ചിട്ട് വേഗമായോ. എടാ, നിങ്ങൾ വരുന്നത് ദേ ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഉമ്മരേക്ക് ഇറങ്ങി രണ്ടുപേരും. അതൊക്കെ പിന്നെയാകാം. ഇപ്പൊ പൊന്നുമാൻ നേരെ വീട്ടിലോട്ട് കയറി. ടീച്ചറമ്മ കാണാതെ വിഷമിച്ചിട്ടുണ്ടാവും. ചെല്. നടന്നു തന്നെ ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ പോകുന്നു. നടക്കത്തില്ല മോനെ, ഇറങ്ങിക്കേ രണ്ടു. അമ്മ, ഉണ്ണി മോനെ, നല്ല ആളാ. ഇതാണോ പണ്ട് ഞാനങ്ങ് നേരത്തെ എത്തിയേക്കാം അമ്മന്ന്? ഇപ്പൊ എത്ര സമയം തന്നെ വിചാരമുണ്ടോ നിനക്ക്? നല്ല കാര്യം. ഇവന്മാരുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും എത്തി, അല്ലെങ്കിൽ ഇതിലും താമസിച്ചേനെ. അയ്യോ, പരിചയപ്പെടുത്താൻ പറ്റും. അമ്മ, ഇതെന്റെ ഫ്രണ്ട്സാ. എബി, ഇത് എബിയുടെ കസിൻ ബേബി.
മക്കളിരിക്കെ, ഞാൻ വേഗം പോയി ചായ എടുത്തിട്ട് വരാം. അയ്യോ ആന്റി, ചായ ഒന്നും വേണ്ട. ഞങ്ങള് വെറുതെ കേറിയേ ഉള്ളൂ. അതൊക്കെ പിന്നെ ഒരിക്കലാവാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ തരാൻ ഞാൻ വിടൂല. ഇരിക്കെ. അമ്മ, അവരെവിടെ? രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയിരിക്കാം. എത്തേണ്ട സമയമായി. പരാതിപ്പെട്ടി എന്ത് പറയുന്നു? ഇപ്പോഴും മാറ്റമൊന്നും ഇല്ല അല്ലേ? കുറച്ചധികം കഷ്ടം തന്നെ ഉണ്ണി അവരുടെ കാര്യം. രണ്ടുപേർക്കും നല്ല സങ്കടമുണ്ട്. പിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ അധികമൊന്നും ചോദിച്ചില്ല. എന്നാൽ ഇക്കാലത്ത് ഇങ്ങനെ ഉണ്ടാവോ? ഒരു കമ്പനി ഓണേഴ്സ് ദുഷ്ടന്മാര്. അത് പാവം പോലത്തെ എന്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വായിൽ കമ്പിട്ട് കുത്തിയപ്പോൾ അവർ കമാന്നൊരു അക്ഷരം ഉണ്ടില്ല. ഇതെന്തിനാണ് എന്റെ മക്കളുടെ നേരെ ഇങ്ങനെ വരുന്നത്? ഇതൊക്കെ കൊണ്ട് തന്നെ അമ്മ ഞാൻ അന്ന് അവളോട് ചോദിച്ചത് ഏത് കമ്പനി എന്തെങ്കിലും പറയാം. അപ്പൊ അവൾ എന്താ പറഞ്ഞത്? ഉണ്ണിയേട്ടൻ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം, ഒരു ബിഗ് സർപ്രൈസ് ആണ്. പിന്നെ എപ്പോ കമ്പനിയുടെ കാര്യം വിളിക്കാൻ ചോദിച്ചാലും അവൾ ഒന്നെങ്കിൽ ദേഷ്യപ്പെടും, ഇല്ലെങ്കിൽ അവള് ഫോൺ എടുക്കില്ല. ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും ഇവിടെ 2-3 ദിവസം ഞാൻ ഉണ്ടാവും. ഞാൻ പോയി അന്വേഷിച്ചോളാം. എന്റെ കസിന്റെ കാര്യം ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞില്ലായിരുന്നോ? ആളും ആളുടെ ഫ്രണ്ടും ഇവിടുത്തെ ഏതോ ഒരു തല്ലിപ്പൊളി കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ അവിടെ നിൽക്കാനും പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. ആ ഒരവസ്ഥയിലാണ്. മിക്കവാറും എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വരും. ഒരു ഇറ്റടി കൊടുക്കാൻ മാർക്കറ്റ്. ആ, അങ്ങനെയാണെങ്കിൽ ദേ അതിന് പറ്റിയ ആളാ ഈ ഇരിക്കുന്നത്. ഡേവി, നീ പറഞ്ഞേച്ചാ മതി. എബി, ഇറങ്ങിയാലോ? ആ ശരി ആന്റി. ശരിയമ്മ, ഞങ്ങളെത്തി. ഈശ്വര, ഇവരെന്താ ഇവിടെ? വസു, നീ ഈ ഫോട്ടോ നോക്കിക്കേ. ഇതിൽ എന്റെ ഫേസ് ശരിയല്ല. ഞാൻ എന്താ ഇങ്ങനെ? മോളെ കൺമണി, നീ എന്താ അന്തം വിട്ട് നോക്കുന്നേ? ഹസു, സുഖല്ലേ? എടാ, ഇതാ ഞാൻ പറഞ്ഞ എന്റെ കസിൻ കൺമണി. അയ്യോ സോറി, നിധി. ഇത് വസു. എബി വാ. ഉണ്ണി, ഒരൊറ്റ മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വാ. ആന്റി വരട്ടെ. ശരി മക്കളെ, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ. നല്ല തങ്കക്കുളം പോലത്തെ രണ്ട് പിള്ളേര്. തങ്കക്കുളം അല്ല, വെള്ളിക്കുളം. ചെറിയമ്മേ, അതാരാണ് മനസ്സിലായോ? ഇത് പെണ്ണെ, എന്റെ ചെവി ഏത് നീക്കണം ഒച്ച വെക്കുന്നേ. പിന്നെ എനിക്കറിയാൻ മേലെ ഉണ്ണിയുടെ ഫ്രണ്ട്സ് അത്. എന്നല്ല, അവരാ ഞങ്ങളുടെ ഓണേഴ്സ് കമ്പനിയുടെ. ഇവരുടെ കാര്യം ഞങ്ങൾ പറഞ്ഞത്. ചെറിയമ്മ എല്ലാ കാര്യം പറഞ്ഞു കൊടുത്തായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. ആ, അത് പറ. അയ്യോ ഈശ്വര, ഈ പിള്ളേരാണോ നിങ്ങളുടെ കമ്പനിയുടെ ഓണേഴ്സ്? ദൈവമേ, ഞാൻ എന്തൊക്കെയാ പിടിച്ചു പോയത്. എന്റെ മക്കള്. എന്റെ നാടു, എന്തിനാണ് എന്റെ തള്ളിയിട്ടത്? ഓ, നിനക്ക് ഞങ്ങളെ തന്നെ ഇട്ടടി അടിക്കണം അല്ലടാ തെണ്ടി. എന്ന് വെച്ചാ എന്താടാ? മനസ്സിലാക്കി തരാം. നിങ്ങൾ കുടുംബത്തോടെ വർണ്ണിച്ച ആ കമ്പനി, അത് ഞങ്ങളുടെതാ. ഓ, ആയിക്കോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് പിടിപിട. എന്നാലും ഇതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഇതുപോലെ അടിച്ച് പറയാനാണെങ്കിൽ വേണ്ട. നീ സമാധാനപ്പെട്ട് പറ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. A few moments later. കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇത്രയും വലിയൊരു ഫ്ലാഷ് ബാക്ക് നീ പ്രതീക്ഷയാണ് അല്ലയോ? ഹേ, ഇതുപോലൊരു അടിപൊളി ഫ്ലാഷ് ബാക്ക് ഞാൻ എന്റെ മനസ്സിൽ പോലും കരുതിയില്ല. എന്നാളിയും വിട്ടോ, ഞാൻ എന്നതാണേലും ഒരു വരവും കൂടി ചിലപ്പം വരേണ്ടി വരും. ശരി എന്നാ. അത് മിക്കവാറും ഞാനായിട്ട് തന്നെ വന്ന് കാണേണ്ടി വരും. ബായ് അളിയ. എന്തായാലും എന്താ, പൂർത്തിയായി. ഇനി ഒരു 2 ആഴ്ചത്തേക്ക് ഇതിന്റെ ബാക്കിയായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഈശ്വര, എല്ലാ സമാധാനവും പോയി കിട്ടി. എന്ത് ചെയ്യും മാസം നമ്മള്? എന്റെ മക്കളെ വിഷമിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അല്ലെ തന്നെ ഞാൻ അറിഞ്ഞോ ഇതോ നിങ്ങളുടെ കമ്പനിയുടെ ഓണേഴ്സ് എന്ന്? അങ്ങനെ അറിയാമെങ്കിൽ ഞാനിങ്ങനെ വല്ലതും ചോദിക്കുവോ? പിന്നെ ആ പിള്ളേരെ കണ്ട അങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നായിരുന്നോ?
അല്ലേ ഇതിപ്പോ വാദിപ്രതിയായോ? എന്ത് മിസ്റ്റേക്ക് വേണം? ഒന്ന് പോയി നീ വാ വസു, നമുക്ക് വേഗം കിടന്നു. രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ. ഓഹോ വസു, അവിടെ നിൽക്ക്. മര്യാദക്കുള്ളതുള്ളത് പോലെ പറഞ്ഞിട്ട് പോയ രണ്ടിനും കൊള്ളാം. നിങ്ങളെ പോലെ കുറെ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുള്ളതാ, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് വിളച്ച് തന്നെ എടുക്കരുത്. എന്താ ശരിക്കും നടന്നത് പറഞ്ഞിട്ട് പോയാൽ മതി രണ്ടുപേരും. ചെറിയമ്മ അങ്ങനെയൊന്നും ഇല്ല, വെറുതെ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല, അതാ. ഓഹോ, അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോക്കോ രണ്ടും. അമ്മ മതി, ഇനി അവരെ ഒന്നും പറയാൻ നിൽക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ ഇതൊക്കെ സംഭവിച്ചത് ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേര് മാത്രമാണ്. ശരി, ഇനി സമാധാനമായിട്ട് പോയി കിടന്ന് രണ്ടുപേരും ഉറങ്ങിക്കോ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി, ഗുഡ് നൈറ്റ്. ബൈ ഉണ്ണിയേട്ടാ, ഗുഡ് നൈറ്റ്. ഉണ്ണിയേട്ടാ, ഗുഡ് നൈറ്റ്. ചെറിയമ്മ സോറി. എന്റെ മക്കൾ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിക്കാം. എന്തിനും ചെറിയമ്മ കൂടെ ഉണ്ടാവും. ഗുഡ് നൈറ്റ്. ഉണ്ണി മോനെ, ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം അവർക്കുണ്ടാവുമോ? അവരിതിന്റെ പേരിൽ ദേഷ്യം കാണിക്കുമോ? ഞാനാണെങ്കിൽ ഒന്നും അറിയാതെ എന്തൊക്കെയോ പറയുകയും ചെയ്തു. വേണമെങ്കിൽ ഞാൻ വിളിച്ചവരോട് സോറി പറഞ്ഞാലോ? എന്റെ അമ്മക്കുട്ടി, അമ്മ ഇത്രയ്ക്ക് പാവമായി പോയല്ലോ. ഒന്നുമില്ലെങ്കിലും 19 പിള്ളേരെ സ്കൂളിൽ വറപ്പിക്കുന്ന ടീച്ചറല്ലേ അമ്മ. അവരങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആളറിയാതെ അവരെ സംസാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ പേര് റിവെഞ്ച് എടുക്കുന്ന ടൈപ്പ് ഒന്നുമല്ല എബിയും എബിയുടെ കസിനും ടെബിയും. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഡെബി, നീ ഇരിക്കുന്നില്ലേ? ഫുഡ് ഇത് റെഡിയായി. വന്നേ. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഹാ, അതിപ്പോ നല്ല പരിപാടിയാണല്ലോ. മര്യാദയ്ക്ക് കഴിച്ചിട്ട് നീ പോയാ മതി. എബി, ഞാൻ പറഞ്ഞു, എനിക്ക് വിശപ്പില്ല. നിങ്ങൾ കഴിച്ചോ. ഗുഡ് നൈറ്റ്. ചാച്ച കഴിക്കാൻ. ഫെലി, വേണ്ട, നീ ഇരിക്കേ. ഇനി വിളിച്ചാൽ അവന്റെ മൂഡ് ചിലപ്പോൾ ശരിയാവുകയില്ല. ഇരിക്കേ. അയ്യോ അതല്ല ചാച്ച, എനിക്ക് വിശക്കുന്ന കഴിക്കാന്നാ ഉദ്ദേശിച്ചത്. എന്താന്നറിയില്ല, ഭയങ്കര വിശപ്പ്. ഹോ, എന്റെ പുണ്യാളാ. ഒരെണ്ണം അങ്ങനെ ഒരെണ്ണം ഇങ്ങനെ. അല്ല എന്റെ ഫെലിക്കുട്ട, നീ വയറ് മാടക്കരുതെന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. എന്നാ കഴിക്കേ. ഡെബി, നീ ഉറങ്ങിയില്ലേ ഇതുവരെ? ഓ, നിരാശകാമുവിന്റെ വേഷം അണിയാൻ വേണ്ടിയിട്ടായിരുന്നോ ഭക്ഷണം പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് കയറി വന്നത്? ഇതൊക്കെ കാണുമ്പോഴാണ് എന്റെ പുണ്യാണ് എനിക്ക് സഹിക്കാത്തത്. ഡാ, ഇതെടുത്ത് മാറ്റി വെച്ചു, ഇല്ലെങ്കിൽ എല്ലാം കൂടെ വലിച്ചു കളയും ഞാൻ. എബി, എല്ലാം അറിയാവുന്ന നീ തന്നെ ഇത് പറയണോ? ഡെബി, എനിക്കറിയാം, പക്ഷെ എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ മേല. എടാ, നീ നാട്ടിൽ വന്നു കഴിഞ്ഞ് എവിടെല്ലാം പോയി നമ്മൾ അന്വേഷിച്ചു. അവൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള അടുത്ത് നമ്മൾ പോയതല്ലേ. അവസാനം എന്തായി? ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയോ? എടാ, ഇനിയെങ്കിലും നീ ഒന്ന് മൂവ് ഓൺ ആവ്. ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല. എബി, എനിക്കൊരു ഹോപ്പുണ്ട്. എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റും. കോപ്പ് നിന്നോട് പറഞ്ഞ ഞാൻ മടുത്തു. ദേവി, മതിയടാ, ഇത് നിർത്തിയേക്കാം ഇവിടെ വെച്ച്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഡെവിയെ വേണം. സാറാമ്മച്ചിക്കും വല്യപ്പയ്ക്കും ലില്ലിക്കുട്ടിക്കും അവരുടെ എല്ലാവരുടെ മുമ്പിൽ ഓടിക്കളിച്ചെന്ന ആ ഡെവിയെ. എബി, പണ്ട് മുതലേ എൻ്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും നീ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതെ. നമ്മളെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെയായിരുന്നു അല്ലേ? ഇതെന്റെ ലാസ്റ്റ് പ്രതീക്ഷയാണ്. ഒരുപക്ഷെ എന്റെ ലാസ്റ്റ് ചാൻസ്. നീ ഉണ്ടാവില്ല എൻ്റെ കൂടെ. ഞാനല്ലാതെ പിന്നെ ആരാടാ? സോറി, പെട്ടെന്ന് ഒരു ദേഷ്യത്തിന്റെ സങ്കടത്തിന്റെ പുറത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. വെട്ടുകളയടാ.
നമ്മൾ കണ്ടുപിടിക്കും നിന്റെ മാലാക്കൊച്ചിനെ എവിടെയാണെങ്കിലും. ചാച്ച, ഞാൻ ഇന്ന് എവിടെയാ കിടക്കണേ? പ്ലീസ്. എന്നാ പിന്നെ ഞാനും. അപ്പൊ ബസു, ഇനി ലഞ്ച് ബ്രേക്കിന് കാണാം. ബൈ. ബൈ. ശരിക്കും വോൾട്ടേജ് പോരല്ലോ. എന്ത് പറ്റി എന്റെ കൊച്ചിന്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഹേ, ഒന്നുമില്ല. എന്തോ ഒരു നെഗറ്റീവ് ഫീല്. ഇനി ഇന്നലത്തെ സംഭവിച്ചിട്ടൊക്കെയാണോന്ന് അറിയില്ല. ഹേ, അതുവരെ ഉച്ചയ്ക്ക് കാണാം. ബൈ. എന്റെ ബസ് നീയോ? എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് എടുക്കുന്ന നീയാണ് ഇങ്ങനെ പറയുന്നത്. ഒന്ന് പോയ അവിടുന്ന്. ചെറു ഉച്ചയ്ക്ക് കാണാം നമുക്ക്. ഗുഡ് മോർണിംഗ് മിസ് വാസുകി. ഓ, രാവിലെ തന്നെ നല്ല ബിസിയാണെന്ന് തോന്നുന്നു. എനിവേ, സാറ് വിളിക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ്. Sir, she's here. Miss Vasuki. Yeah. Okay. What is this? സർ, ബട്ട് ആക്ച്വലി ഇത് ഞാനല്ല എൻട്രി ചെയ്തിരിക്കുന്നത്. ഐ എം ഷുവർ ഇത് ഞാനല്ല. ബട്ട് വാസുകി ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു റോങ് ഡേറ്റ അപ്ലോഡ് ആയതും മെയിലിലേക്ക് സെൻഡ് ആയതും. സോ ദിസ് ഇസ് യുവർ മിസ്റ്റേക്ക്. ഏതൊരു ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീചെക്ക് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഇത് ഞാനല്ല എൻട്രി ചെയ്തത്. ഐ എം ഷുവർ ഞാനല്ല. Enough, Miss Vasuki. Enough. ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആൻഡ് യു ടെസ, നിങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫ് ഇവിടെയുള്ളപ്പോൾ ഇതുപോലെ ഇറസ്പോൺസിബിൾ ആൻഡ് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഇഡിയറ്റിന് ഇത്ര ഇമ്പോർട്ടന്റ് ഡേറ്റ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. ആൻഡ് യു, ഇവിടുത്തെ IT ഡിപ്പാർട്ട്മെന്റും ഡാറ്റ എൻട്രി ടീമും വെറുതെ ഇരുന്ന് സാലറി വാങ്ങുമെന്ന് വിചാരിക്കേണ്ട. ഇതുപോലത്തെ കെയർലെസ് ആയിട്ടുള്ള സ്റ്റുപ്പിഡ് വർക്കാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് തുടരണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ ഡാറ്റ ചെക്ക് ചെയ്ത് എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം. ഗെറ്റ് ലോസ്. നിങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫ് ഇതുപോലെ ഇറസ്പോൺസിബിൾ യൂസ്ലെസ് ആയിട്ടുള്ള ഇഡിയറ്റിന് ഇത്ര ഇമ്പോർട്ടന്റ് ഡേറ്റ ഏൽപ്പിക്കാൻ പാടില്ല.